ഒരു ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഒരു 10 വർഷം അല്ലെങ്കിൽ 8 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അത് യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ധൈര്യമായിട്ട് സ്മോൾ ക്യാപ്പിൽ തന്നെ പോകാം. റിലേറ്റീവ്ലി പുതിയ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൻ്റെ ഉയർച്ച മാത്രമേ കണ്ടത്. അവർ സത്യത്തിൽ ഒരു ചെറിയൊരു ക്രാഷ് അല്ലെങ്കിൽ ഒരു താഴ്ചപ്പം വന്നിരിക്കുന്ന ഈ ഒരു യുദ്ധം വന്നപ്പോഴാണ്. എല്ലാ മാസവും SIP-ലേക്ക് ഒഴുകിയെത്തുന്ന തുക എന്ന് പറഞ്ഞാൽ 30,000 കോടിയാണ്. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടിലും ഇപ്പോഴുള്ള ചാഞ്ചാട്ടം കണ്ട് നെഞ്ചടിക്കുന്ന നിക്ഷേപകരാണോ നിങ്ങൾ? പ്രത്യേകിച്ച് ഈയിടെ SIP-യിൽ നിക്ഷേപം തുടങ്ങിയവർ. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക ജിയോജിത് ഹെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി ശ്രീ ജീവൻ കുമാർ KC നമ്മോടൊപ്പം ചേരും. വെൽക്കം സർ. സർ, വിപണിയിൽ ഒരു ചെറിയ കറക്ഷൻ വരുമ്പോഴേക്കും SIP-കളെല്ലാം നിർത്തിവെക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഈയിടെയായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അവർക്ക് ഉള്ള ആശങ്കയ്ക്കുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം വന്നവർക്ക് പെട്ടെന്ന് തന്നെ ക്ഷമ നശിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഞാൻ അതിൻ്റെ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പേ കുറച്ച് കണക്കുകൾ പറയാം. 2020 ഇന്ത്യയിലുണ്ടായിരുന്ന ആകെ SIP അക്കൗണ്ടുകളുടെ എണ്ണം 3 കോടിയായിരുന്നു. SIP അക്കൗണ്ടുകളുടെ എണ്ണം ഇന്നത് 10 കോടിക്ക് മുകളിലാണ്. അതിനർത്ഥം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് 7 കോടി ഇൻക്രിമെൻ്റലായിട്ട് അക്കൗണ്ട് ഇവിടെ ആഡായത്. വിച്ച് മീൻസ് കഴിഞ്ഞ 5 വർഷത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷം വരെ മാർക്കറ്റ് നല്ല രീതിയിൽ, എസ്പെഷ്യലി യുക്രൈൻ റഷ്യ വാർ 2022 വന്നപ്പോൾ ചെറിയൊരു കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊന്നും തിരിച്ചു വന്ന് മാർക്കറ്റ് വീണ്ടും 85,000-86,000 ലെവലിലേക്ക് വന്നായിരുന്നു. പക്ഷേ ഈ വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, അതായത് റിലേറ്റീവ്ലി പുതിയ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൻ്റെ ഉയർച്ച മാത്രമാണ് കണ്ടത്. അവർ സത്യത്തിൽ ഒരു ചെറിയൊരു ക്രാഷ് അല്ലെങ്കിൽ ഒരു താഴ്ചപ്പം വന്നിരിക്കുന്ന ഈ ഒരു യുദ്ധം വന്നപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായി അവർക്കൊരു ഭയമുണ്ട് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ട്. അപ്പം 7 കോടിയോളം കൂടുതൽ വരുന്നത്, ഇപ്പം 7 കോടിയോളം കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരികയെന്ന് മാത്രമല്ല, 2020 8,400 കോടി രൂപയായിരുന്നു SIP-യിലേക്ക് എല്ലാ മാസവും പോയിരുന്നത്. ഇന്നത് 31,000 കോടിയാണ്. എല്ലാ മാസവും SIP-യിലേക്ക് ഒഴുകിയെത്തുന്ന തുക എന്ന് പറഞ്ഞാൽ 30,000 കോടിയാണ്. അപ്പം സ്വാഭാവികമായി ഈ പൈസയൊക്കെ വരുന്നത് പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്താണ്. അപ്പം ഭയം വരുന്നത് ഈ മാർക്കറ്റിൻ്റെ, നമ്മളിപ്പോൾ യുദ്ധം ഉണ്ടാക്കിയ ഒരു ഫിയറിൻ്റെ മേലെയാണ്. പക്ഷെ അതൊരു താൽക്കാലിക പറ്റും. നമ്മളിതിന് മുമ്പേയും കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2000 തൊട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. 2001 നമ്മളുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചപ്പോൾ മാർക്കറ്റ് ക്രാഷായി. 2008 മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു, അന്നേരം മാർക്കറ്റ് ക്രാഷായി. സബ്പ്രൈം ക്രൈസിസ് വന്നു ആ വർഷം തന്നെ. 2020 വന്നു കഴിഞ്ഞാൽ കോവിഡ് വന്ന സമയത്ത് വലിയ ക്രാഷാണ് കണ്ടത്. 2022 യുക്രൈൻ റഷ്യ വാർ വന്നു. ഞാനിത് വളരെ കുറച്ച് ഇൻസിഡൻസ് മാത്രമാണ് ഇപ്പോൾ ഈ 25 വർഷത്തിനുള്ളിൽ പറഞ്ഞത്. 2000 സെൻസെക്സ് 5000 എന്നുള്ളതാണ്. ആ 5000 സെൻസസ് ആണ് ഇപ്പോൾ എവിടെ എത്തിയിട്ടുള്ളത്, 80,000 വന്നിരിക്കുന്നത്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് നെഗറ്റീവ് ഇവൻറ്റ്സ് മാർക്കറ്റ് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പേടിക്കരുത്. പുതിയ ഇൻവെസ്റ്റേഴ്സ് കാണുന്നത് ഇപ്പം ക്രാഷ് മാത്രമാണ്. ഇതിന് മുമ്പും ക്രാഷ് ഉണ്ടായിട്ട് അതിനൊക്കെ മാർക്കറ്റ് റിക്കവർ ആയിട്ട് എന്നുള്ള ഒരു കാര്യമാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. സർ, ഈ വിപണി താഴേക്ക് പോകുമ്പോൾ SIP സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് ലഭിക്കുന്നില്ല. റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിൻ്റെ നേട്ടം ലഭിക്കാൻ നിക്ഷേപകർ എന്താണ് ചെയ്യേണ്ടത്? ഞാനതിന് വളരെ സിമ്പിളായിട്ട് ഒരു ഇത് പറയാം. നമ്മളിപ്പം എന്തെങ്കിലും സാധനം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രോസറി, പച്ചക്കറി, നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് വാങ്ങുന്ന പച്ചക്കറി ഒന്ന് തക്കാളിയുടെ വില വളരെ താഴെയാണെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വാങ്ങാറുണ്ട്. സത്യം. ഇതിനിടയ്ക്ക് തക്കാളിയുടെ വില ഭയങ്കര ഉയർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കുറച്ച് തക്കാളി വാങ്ങുമല്ലോ, കാരണം വില കൂടി. ഇതേ ലോജിക്കാണ് സ്റ്റോക്സിൻ്റെ കാര്യത്തിലും വരുന്നത്. സ്റ്റോക്സിൻ്റെ വില കൂടുന്ന സമയത്ത് നമുക്ക് കുറച്ച് യൂണിറ്റേ കിട്ടുന്നുള്ളൂ. സ്റ്റോക്സിൻ്റെ വില കുറയുന്ന സമയത്ത് നമ്മൾ കൂടുതൽ യൂണിറ്റ് കിട്ടും. റുപ്പി കോസ്റ്റ് ആവറേജിങ് അവിടെയാണ് ഫലപ്രദമാകുന്നത്. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. മനസ്സിലായില്ലേ? അതായത് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് SIP-യിൽ. റുപ്പി കോസ്റ്റ് ആവറേജിങ് നടക്കാനുള്ള കാരണത്തിന് മാർക്കറ്റ് താഴ്ന്നേ പറ്റൂ. മാർക്കറ്റ് താഴുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10% കറക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ കറക്ഷനിൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ താഴ്ന്ന ലെവലിൽ നമ്മൾ ബൈങ് നടക്കുന്ന സമയത്ത് റുപ്പി കോസ്റ്റിംഗ് ആവറേജ് എഫക്റ്റീവായിട്ട് നടക്കും. അത് ഓവറോൾ നമ്മളുടെ കോസ്റ്റിൻ്റെ, നമ്മളെ പെർ യൂണിറ്റ് കോസ്റ്റിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരും. അതാണ് ഇതിൽ നടക്കുന്ന ഒരു ഇത്. അപ്പം മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ എപ്പോഴും റുപ്പി കോസ്റ്റ് ആവറേജിങ് എഫക്റ്റീവായിട്ട് നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാകുന്നത്. സർ, സ്മോൾ ക്യാപ് ഫണ്ടുകൾ കഴിഞ്ഞ 6 മാസമായി നഷ്ടത്തിലാണ്. ഏതാണ്ട് 19% ഇടിവുണ്ടായി. പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച പ്രകടനമാണ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. പുതിയതായി നിക്ഷേപ രംഗത്തേക്ക് വരുന്ന ആളുകൾ സ്മോൾ ക്യാപ് ഫണ്ടാണോ ലാർജ് ക്യാപ് ഫണ്ടാണോ
ഫ്ലെക്സി ക്യാപ് ഫണ്ടാണോ തിരഞ്ഞെടുക്കേണ്ടത്? ഈ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ഞാൻ പറയാം റിസ്ക് എടുക്കാൻ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മളെപ്പോഴും സ്മോൾ ക്യാപ്പ് സജസ്റ്റ് ചെയ്യാറ്. അഭിലാഷ് പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോഴും സ്മോൾ ക്യാപ്പിൻ്റെ വാല്യുവേഷൻ കൂടുതലാണോ എന്നുള്ളൊരു സംശയം മാർക്കറ്റിലുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം നോക്കുക, നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് 17% മുകളിലും സ്മോൾ ക്യാപ്പ് നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അഗ്രസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റർക്ക് ലോങ് ടേം വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അത് യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ധൈര്യമായിട്ട് സ്മോൾ ക്യാപ്പിൽ തന്നെ പോകാം. SIP ആണല്ലോ, നമ്മൾ ലംസം അല്ല കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാത്ത ആളുകൾ ഇപ്പം കുറച്ച് ഒരു മോഡറേറ്റ് ലെവലിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ലാർജ് ക്യാപ്പ് ഇപ്പോഴും ഓവർ വാല്യൂഡ് ഒന്നല്ല, അണ്ടർ വാല്യൂഡ് ആണെന്നാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ലാർജ് ക്യാപ്പിൽ പോവാം. ഇനി ഇതൊന്നല്ല, എല്ലാ ക്യാപ്പിൻ്റെയും ഒരു ബെനിഫിറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് ആയിരിക്കും കുറച്ചുകൂടി നന്നാവുക. കാരണം ക്യാപ്പിൻ്റെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഒരു ക്യാപ്പിൽ നിന്ന് മറ്റേ ക്യാപ്പിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലെക്സി ക്യാപ്പ് ആയിരിക്കും നന്നാവുക. അവസാനമായി കഴിഞ്ഞ ഒരു 6 മാസത്തിനിടെ ഓഹരി വിപണിയിലേക്ക് വളരെ ആവേശത്തോടെ കൂടി വരികയും SIPയിൽ നിക്ഷേപം തുടങ്ങുകയും എന്നാൽ ഇപ്പോഴത്തെ നഷ്ടം കണ്ട് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന നിക്ഷേപകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സിനും വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളുണ്ട്. നമ്മൾ ഗോൾഡൻ റൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഇൻവെസ്റ്റ് ഏർലി, ഇൻവെസ്റ്റ് റെഗുലർലി, ഇൻവെസ്റ്റ് ഫോർ ലോങ് ടൈം. നേരത്തെ തുടങ്ങുക, റെഗുലറായിട്ട് കൊണ്ടുപോവുക, ദീർഘകാലത്തേക്ക് കൊണ്ടുപോവുക. ഒരു SIP ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട റൂളാണിത്. ആ റൂളിൽ മുറുകെ പിടിക്കുക, SIP നിർത്താതിരിക്കുക. ലംസത്തിനെ പറ്റി ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാർക്കറ്റിൽ ലംസം വേണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വേറെ അഡ്രസ്സ് ചെയ്യണം. അത് വേണമെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് സ്റ്റാഗർ ചെയ്തിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ SIP ഇപ്പോഴത്തെ ഓൺഗോയിങ് SIP കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പോളിസി. താങ്ക് യു സർ. താങ്ക് യു.